വെൽക്കം ബാക്ക് ടു സ്റ്റുഡന്റ് ഇന്ന് നോക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ഓഫ് തേർഡ് ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെയും ഫസ്റ്റ് ചാപ്റ്റർ പേര് ചെയ്തായിരുന്നു സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇതിപ്പോ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ്. ഓൾറെഡി ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിന് 2 വീഡിയോ, രണ്ടാമത്തെ ചാപ്റ്ററിന് 2 വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ 4 വീഡിയോസ് ഉണ്ടാവും. 4 വീഡിയോസും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ സ്റ്റുഡന്റിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം, സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. അതിലൂടെ നിങ്ങൾക്ക് അതിന്റെ മോക്ക് ടെസ്റ്റ്, ഓരോ ചാപ്റ്ററിന്റെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻസർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമുക്ക് അതിന് മാത്രം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ്. നമുക്ക് മെയിൻ ആയിട്ട് 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഉള്ളൂ ഇതിൽ പഠിക്കാൻ. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ലോ ആര് പ്രപ്പോസ് ചെയ്തു, എന്താണ് ആ ലോ, പിന്നെ ഇപ്പോഴത്തെ കറന്റ് പീരിയോഡിക് ടേബിളിന്റെ എലമെന്റുകൾ, ബ്ലോക്കുകളെ കുറിച്ച്, അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അറ്റോമിക് സൈസിനെ കുറിച്ച്, അയോണിക് സൈസിനെ കുറിച്ച്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് തീരാവുന്ന ടോപ്പിക്. 2-3 മിനിറ്റ് പോലും വേണ്ട, ജസ്റ്റ് വളരെ ഈസി ടോപ്പിക് ആണ്. പക്ഷെ രണ്ടാമത്തെ ഫോക്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈസി ടോപ്പിക് ആണ്, പക്ഷെ കുറച്ച് ലെങ്തി ആണ്. കുറച്ച് ടൈം എടുത്ത് പഠിക്കണം. പക്ഷെ അത് ഈസി ആണ്, പഠിച്ചാൽ കുഴപ്പമില്ലാത്ത ടോപ്പിക് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ചെയ്ത ടോപ്പിക് നോക്കാമല്ലോ അല്ലെ? മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. എളുപ്പമാണ്. അപ്പൊ ഞാനിവിടെ ആദ്യം മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ തൊട്ട് മുന്നേ ഒരു ലോ ഉണ്ടായിരുന്നു അല്ലെ? ദാറ്റ് ഈസ് ഇപ്പൊ കറന്റ്ലി മോഡേൺ പീരിയോഡിക് ലോ ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് അല്ലെ? അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. സ്കിപ്പ് ഒന്നും ചെയ്യേണ്ട. എത്ര എന്താ പറയാ, കെമിസ്ട്രി ടഫ് ആണെന്ന് പറയുന്ന ആർക്കും ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. കമ്പാരിറ്റീവ്ലി ഈസിയാണ്. വേറെ ചാപ്റ്റേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈസി തന്നെയാണ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നത്തെ പീരിയോഡിക് ലോ കൊണ്ടുവന്നത് മെന്റലീവ് ആയിരുന്നു. മെന്റലീവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് നമ്മുടെ തൊട്ട് മുന്നത്തെ ലോ, പീരിയോഡിക് ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൊട്ട് മുന്നത്തെ പീരിയോഡിക് ലോ ഓൺ ദ ബേസ് ഓഫ് അറ്റോമിക് മാസ് ആയിരുന്നു. ആ ഒരു പീരിയോഡിക് ടേബിള് ഉണ്ടാക്കിയിരിക്കുന്നത് അറ്റോമിക് മാസിന്റെ പ്രകാരമായിരുന്നു. അതിന്റെ ബേസിസ് ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അറ്റോമിക് മാസ് പ്രകാരമായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ എന്ത് പ്രകാരമാണ്? നമ്മുടെ ഹൈഡ്രജൻ, ഹീലിയം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെ പീരിയോഡിക് ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കാണണം. കാണാത്തവർ എന്തായാലും കാണണം. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് വളരെ നന്നായിട്ട് നമുക്ക് അറിയണം. ഓക്കെ അല്ലേ? അപ്പൊ പീരിയോഡിക് ടേബിളില്, ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളില് എന്തിന്റെ ബേസിസിലാണ് നമ്മുടെ എലമെന്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുന്നേ ആയതെങ്കിൽ അറ്റോമിക് മാസ് ആയിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ. അത് കൊണ്ടുവന്നത്, ദാറ്റ് ഈസ് ആ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ലോ നമ്മൾക്ക് കൊണ്ടുവന്നത് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ അല്ലെ? ഹെൻറി മോസ്ലി, സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കാം. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ എലമെന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ഫോമാറ്റിലാണ്? അറ്റോമിക് നമ്പറിന്റെ ഫോമാറ്റിലാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ബേസിസിലുള്ള ഒരു ലോ ആണ്. വെരി സിമ്പിൾ ലോ. ലോ എന്തായാലും ലോ ആയിട്ട് തന്നെ പഠിക്കണം. നമ്മുടെ ഭാഷയ്ക്ക് ഈ സിംബോൾസ് ഒന്നും മാറ്റി എഴുതരുത്. ലോ ആയിട്ട് തന്നെ പഠിക്കണം. തിരുത്തി എഴുതാൻ പാടില്ല. ടീച്ചർമാർ മാത്രമല്ല. മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് physical and chemical properties of elements are periodic functions of atomic number. ഒന്നുകൂടെ ലോ വായിക്കാം. Physical and chemical properties of elements are periodic functions of atomic number. ഈ ലോ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോണുകളെ അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലെ? ഇനി നമുക്ക് വേറൊരു കാര്യം, ഇതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇത്. എന്നാലും നമ്മുടെ പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ട്? എത്ര പീരീഡ്, എത്ര ഗ്രൂപ്പ് ഉള്ളത്? നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് പീരീഡ് അല്ലെ? ലെഫ്റ്റ് മുതൽ റൈറ്റിലേക്ക് പോകുന്ന ഒരു പീരിയോഡിക് ടേബിളിൽ എന്താ നമ്മൾ പറയാ? പീരീഡ് എന്നാണ് പറയാ അല്ലെ? ടോപ്പ് ടു ബോട്ടം ഓഫ് എ പീരിയോഡിക് ടേബിൾ ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് നമുക്ക് പീരിയോഡിക് ടേബിൾ ജസ്റ്റ് റഫ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.
നമ്മുടെ പീരിയോഡിക് ടേബിൾ ദാറ്റ് ഈസ് ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിളില് ടോട്ടൽ 7 പീരീഡും 18 ഗ്രൂപ്പും ആണുള്ളത്. 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരിയഡ്സ്. ഓക്കെ അല്ലേ? പീരീഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ടോപ്പ് ടു ബോട്ടം ആണ്. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ എത്ര പീരീഡ് ഉണ്ടാവുക ഓർമ്മയുണ്ടോ? നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഇപ്പോൾ 2 വർഷം ആവാനായി അല്ലേ? അപ്പോൾ എത്ര പീരീഡ് ആണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുക? 8 പീരീഡ് അങ്ങനെയല്ലേ? 8 പീരീഡ്സ് അങ്ങനെയാണ്. ദാറ്റ് സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും 8 പീരീഡ് അറൌണ്ട് 8, 7 അങ്ങനെയൊക്കെയുള്ള പീരീഡ്സ് ആണ് ഉണ്ടാവുക അല്ലെ? അപ്പോൾ 7 പീരീഡ് ഓർത്ത് വെക്കാൻ കുറച്ച് എളുപ്പമല്ലേ? നമ്മുടെ സ്കൂളിലെ പീരീഡ് ഓർത്ത് വെച്ചാൽ മതി, ക്ലാസ് പീരീഡ്സ് ഓർത്ത് വെച്ചാൽ മതി. 7. ഓക്കെ, 7 പീരീഡും 18 ഗ്രൂപ്പുമാണ്. ലെഫ്റ്റ് മുതൽ റൈറ്റിലേക്കാണ് പീരീഡ് നമ്മൾ എഴുതുക. ടോപ്പ് ടു ബോട്ടം ആണ് ഗ്രൂപ്പ്. ഓക്കെ അല്ലെ? ഇതൊക്കെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. 118 എലമെന്റ് ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ അല്ലെ? 118 ദാറ്റ് ഈസ് 118 എലമെന്റ്സ് ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ലീഗലി 119 ആണ്, 119 ആണ്. പക്ഷെ നമ്മുടെ NCERT ടെക്സ്റ്റിൽ 118 ആണ്. അപ്പൊ 118 പഠിച്ചാൽ മതി. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്തറിയേണ്ടത്, നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്ക് ഉണ്ട്. ഏതൊക്കെയാണ് 4 ബ്ലോക്ക്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഓക്കെ അല്ലെ? എസ്, പി, ഡി, എഫ് എന്ന് പറയും അല്ലെ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. എസ് ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണ്? എസ് ബ്ലോക്ക്? എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്? ഇപ്പൊ നമ്മളൊരു എലമെന്റ് എടുത്തു, നമ്മളിപ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റിന്റെ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2p6 പറഞ്ഞ് നമ്മൾ എഴുതില്ലേ? അതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെ നമ്മൾ ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് പോയി പെടുന്നതെങ്കിൽ ഓക്കെ, അത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എളുപ്പമാണ്. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് പോയി പെടുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? എസ് ബ്ലോക്ക് എലമെന്റ് ആണെന്ന് പറയും. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ആണ് എന്ത് എലമെന്റ്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രം ടോപ്പ് ടു ബോട്ടം. നമുക്ക് ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? 18 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. പിന്നെന്താ വേറെ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്? ഇത്രയൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പി ബ്ലോക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താ പി ബ്ലോക്ക് എലമെന്റ്സ്? എന്താ? അപ്പൊ ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എലമെന്റിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് പോയി പെടുന്നതെങ്കിൽ നമ്മൾ അതിന് പി ബ്ലോക്ക് ആണെന്ന് പറയും. അത്രേ ഉള്ളൂ. ഫ്രം ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 വരെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ് പറയാ. എസ് ബ്ലോക്ക് ഏതായിരുന്നു? ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ആയിരുന്നു. പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം ഞാൻ പറയട്ടെ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡി ബ്ലോക്കും പറയാം. ഡി ബ്ലോക്ക് എന്താണ്? ലാസ്റ്റ് വാലൻസ് ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ പോയിട്ട് പെടുകയാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഇടയിലാണ് ഡി ബ്ലോക്ക് വരിക. ജസ്റ്റ് ഞാൻ റഫ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. പീരിയോഡിക് ടേബിൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടെങ്കിലും നോക്കുക. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പീരിയോഡിക് ടേബിൾ കണ്ടാൽ തന്നെ മതി, നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ ഇതിൽ വരച്ച് കാണിക്കേണ്ട കാര്യമില്ല, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇതാ നമ്മുടെ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഞാൻ ബേസിക് ആയിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു പെട്ടി പോയിട്ട് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്, ഇതാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്, ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്. അപ്പൊ എന്ത് മനസ്സിലായി? ആദ്യം എസ് ദാറ്റ് ഈസ് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ വരുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സ് ലൈസ് ബിറ്റ്വീൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ഇത് ഒന്നിനും പെടാത്ത ഒരു ബ്ലോക്കും കൂടെ ഉണ്ട്. ഏതാണ്? എഫ് ബ്ലോക്ക് അല്ലേ? എഫ് ബ്ലോക്ക് ശരിക്കും ഈ ടേബിളിൽ അല്ലാതെ താഴെയാണ് ഇരിക്കുക. ഇതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഈ 2 എണ്ണം പെടും എഫിൽ. 2 പീരീഡ് ആണ് എഫിൽ പെടാം. ഓക്കെ, എഫ് ബ്ലോക്ക് എലമെന്റ്സും ഇതേപോലെ തന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ എഫ് സബ്ഷെല്ലിലാണ് പോയി പെടുന്നതെങ്കിൽ ഇത് എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. അത്രേ ഉള്ളൂ. കൂടുതലൊന്നും അറിയാനില്ലല്ലോ അല്ലെ? ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ദാറ്റ് ഈസ് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് കഴിഞ്ഞു. അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഹെൻറി മോസ്ലി എന്നുള്ള സയന്റിസ്റ്റ് മോഡേൺ പീരിയോഡിക് ലോ പഠിക്കണം. മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഐഡിയ വേണം. എസ്, പി, ഡി ആൻഡ് എഫ്
ലൈഫിനെ കുറിച്ച് ഐഡിയ വേണം, അത് ഏതൊക്കെ ഗ്രൂപ്പിൽ പെടുന്നതാണെന്നൊരു ഐഡിയ വേണം. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ലെങ്തി ടോപ്പിക് ആണ്, അതായത് സ്ട്രെങ്ത്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിലെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഇൻഡിവിജ്വലി പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ട്രെൻഡ്സ് ആയിരുന്നു. ട്രെൻഡ്സ് എന്ന് വെച്ചാൽ അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ് ഒക്കെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ട്രെൻഡ്സ് കേട്ടോ. ആ ട്രെൻഡ്സും ഈ ട്രെൻഡ്സും ഒരു ട്രെൻഡ്സ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ അയോണൈസേഷൻ എന്താൽപ്പി അങ്ങനെ ഓരോന്നും നമുക്ക് പഠിക്കാറുണ്ട്. അയോണൈസേഷൻ എന്താൽപ്പിനെ കുറിച്ച് പഠിക്കണം, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പഠിക്കണം, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പഠിക്കണം, അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഡിവിജ്വലി പഠിക്കണം. സോ നമുക്ക് ആദ്യം അയോണൈസേഷൻ എന്താൽപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ എന്താൽപ്പി എന്നുള്ള വാക്ക് ശരിക്കും പ്ലസ് 1 കുട്ടികൾക്ക് കുറച്ച് പുതിയതാണ്. സെക്കൻഡ് ഇയേഴ്സിൽ നിങ്ങൾ സീരിയസ്ലി നന്നായിട്ട് അറിയുന്ന വാക്കാണ് എന്താൽപ്പി എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയാണ്. സോ നിങ്ങൾക്ക് എന്താൽപ്പി എന്നുള്ള വാക്ക് കിട്ടുന്നില്ലെങ്കിൽ സിംപ്ലി എനർജി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് ഞാൻ പറയാം. അയോണൈസേഷൻ എനർജി നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് ഡെൽറ്റ എച്ച് ഐ വെച്ചിട്ടാണ്. ഓക്കെ, ഡെൽറ്റ എച്ച് ഐ വെച്ചിട്ടാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുക, അയോണൈസേഷൻ എനർജി റെപ്രസെന്റ് ചെയ്യും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഓഫ് അയോണൈസേഷൻ, അതാണ് ഡെൽറ്റ എച്ച് ഐ. ഓക്കെ, ഇനി ഞാൻ എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം എ ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്താണ് അയോണൈസേഷൻ എനർജി എന്ന് എഴുതുമ്പോൾ ഈ ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം എന്നുള്ള വാക്ക് നിങ്ങൾ കമ്പൽസറി ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. അപ്പോൾ ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ആണ് കേട്ടോ. ഗേഷ്യസ് ആയിട്ടുള്ള ഒരു ആറ്റത്തില് ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ എന്താൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം, ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിനകത്ത് ലൂസ്ലി ബൗണ്ട് ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, അയോണൈസേഷൻ എന്താൽപ്പി അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് റെപ്രസെന്റ് ബൈ ഡെൽറ്റ എച്ച് ഐ. അപ്പൊ നമ്മളൊരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം കൺസിഡർ ചെയ്യാണ്, ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഗ്യാസ് ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണിനെ നമ്മൾ ഇതിൽ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ നമ്മൾ എടുക്കുകയാണ്. എന്ത് ഉപയോഗിച്ചിട്ട് എടുക്കുന്നത്, ഏത് എനർജി കൊടുത്തിട്ട് എടുക്കുന്നത്, അയോണൈസേഷൻ എനർജി അപ്ലൈ ചെയ്തിട്ട് ഈ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഈ ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലുള്ള ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്. സോ ഇതിൽ ഒരു ഇലക്ട്രോൺ പോകുമല്ലോ, ഈ എക്സ് എന്നുള്ളത് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യും. അപ്പൊ ഒരു സാധനം, ഒരു എലമെന്റ് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ചാർജാ വരിക, പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ് വരിക അല്ലെ? കാരണം എന്താ, ഇലക്ട്രോണുകൾ ലൂസ് ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ചാർജ് ആണ് വരിക. സോ എക്സ് പ്ലസ് ആവും. പ്ലസ് ലൂസ് ചെയ്ത ഒരു ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ. മനസ്സിലായോ? നമ്മളൊരു ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം കൺസിഡർ ചെയ്തു, അതിലേക്ക് നമ്മൾ നമ്മുടെ അയോണൈസേഷൻ എന്താൽപ്പി അല്ലെങ്കിൽ എനർജി അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ അതിന് ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ അതിന് നമ്മൾ റിമൂവ് ചെയ്തു. സോ റിമൂവ് ചെയ്തു, അപ്പൊ ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. അപ്പൊ അവിടെ എന്ത് ചാർജാ വരിക, പ്ലസ് ചാർജ് വന്നു. സോ എക്സ് എന്തായി മാറി, എക്സ് പ്ലസ് ആയിട്ട് മാറി. ഗേഷ്യസ് പ്ലസ് റിമൂവ് ചെയ്ത ആ ഒരു ഇലക്ട്രോൺ സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അയോണൈസേഷൻ എന്താൽപ്പിയാണ്. അപ്പൊ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിയാണ്, അതായത് നമ്മുടെ ഡെൽറ്റ എച്ച് ഐ 1 ആണ്. ഫസ്റ്റ് അയോണൈസേഷൻ ആണ്. സോ 1 ആണ്. മനസ്സിലായോ? ഇനി ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എക്സ് പ്ലസ് എന്ന്. നമ്മൾ ഓൾറെഡി അയോണൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റമാണ് എക്സ് പ്ലസില്. ആ എക്സ് പ്ലസില് ദാറ്റ് ഈസ് അതും ഗേഷ്യസ് ആണ്. അതിലേക്ക് നമ്മൾ ഇനിയും ദാറ്റ് ഈസ് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി അപ്ലൈ ചെയ്യാണ് നമ്മൾ. ദാറ്റ് ഈസ് ഈ എക്സ് പ്ലസ് എന്ന് പറഞ്ഞ ഗേഷ്യസ് ആയിട്ട് ഇനിയും നമ്മൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ്. ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോഴാണല്ലോ അതിന് അയോണൈസേഷൻ എന്താൽപ്പി ആയി. അതിന് വേണ്ട എനർജി ആണല്ലോ അയോണൈസേഷൻ എന്താൽപ്പി. സോ ഇനിയും നമ്മളൊരു അയോണൈസേഷൻ എന്താൽപ്പിന്റെ ദാറ്റ് ഈസ് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് പ്ലസ് എന്തായിട്ട് മാറും, x2 പ്ലസ് ആയിട്ട് മാറും. x2 പ്ലസും ഗേഷ്യസ് ആറ്റമാണ് പ്ലസ് ഇലക്ട്രോൺ. ഇവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും, അപ്പൊ ഡെൽറ്റ എച്ച് ഐ 2 ആയിരിക്കും. ദാറ്റ് ഈസ് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പിയാണ്. മനസ്സിലായോ? ജസ്റ്റ് ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അയോണൈസേഷൻ എന്താൽപ്പി എന്താണെന്ന് പഠിച്ചു, അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പഠിച്ചു. ജസ്റ്റ് ഞാൻ അതിനൊരു ഇക്വേഷൻ ആയിട്ട് പറഞ്ഞു തരും ചെയ്തു. ഇത് നമുക്ക് അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, അയോണൈസേഷൻ എന്താൽപ്പിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ അയോണൈസേഷൻ എന്താൽപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 4 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ അയോണൈസേഷൻ എന്താൽപ്പിനെ എഫക്ട് ചെയ്യുന്നത്. ആ 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം എഴുതാം, എന്നിട്ട് ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ 4 ഫാക്ടേഴ്സിന്റെ പേര് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് അതിനകത്ത് അവർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിലും ജസ്റ്റ് പേരെങ്കിലും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ഫാക്ടർ വിച്ച്
is atomic size. Atomic size. Atomic size. എങ്ങനെയാണ് അറ്റോമിക് സൈസ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിനെ എഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. Atomic size is inversely proportional to ionization enthalpy. Delta HI ആണല്ലോ അയോണൈസേഷൻ എൻതാൽപ്പി. സോ ഞാൻ അയോണൈസേഷൻ എൻതാൽപ്പിന് പകരം ഡെൽറ്റ HI എഴുതിയിട്ടുണ്ട്. സോ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് സൈസ് ഒരു ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ ആ ഒരു ലാസ്റ്റ് ഇലക്ട്രോൺ, ആ ഒരു ആറ്റത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് അറ്റോമിക് സൈസ് എന്ന് പറയാം. അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഡെൽറ്റ HI. അതിനകത്ത് എന്താ അർത്ഥം? നമ്മുടെ അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കുറയും, നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുമ്പോൾ അറ്റോമിക് സൈസ് കുറയും, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അങ്ങനെയാണ് അറ്റോമിക് സൈസ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിയും ലിങ്ക്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് എഴുതി വെക്കുന്നവർ വൃത്തിയായിട്ട് തന്നെ എഴുതി വെക്കാൻ വളരെ ഈസിയാണ് പഠിക്കാൻ. പക്ഷെ നിങ്ങൾക്ക് അടുത്തത് നമ്മൾ 2-3 ഫാക്ടേഴ്സ് കൂടെ പഠിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ഓരോന്ന് പഠിക്കുമ്പോൾ വിട്ടേപ്പിടിക്കാം. അടുത്ത ഫാക്ടർ ഏതാണെന്ന് അറിയോ? അടുത്ത ഫാക്ടർ, സെക്കൻഡ് ഫാക്ടർ ഇസ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ന്യൂക്ലിയർ ചാർജ്. എങ്ങനെയാണ് ന്യൂക്ലിയർ ചാർജ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിനെ എഫക്ട് ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അയോണൈസേഷൻ എൻതാൽപ്പി, ദാറ്റ് ഈസ് ഡെൽറ്റ HI. Okay, that is nuclear charge increases, ionization enthalpy also increases. ഇത് കൂടുമ്പോൾ മറ്റേത് കൂടും, രണ്ടും കൂടും, ഒരുമിച്ച് കൂടും. തൊട്ട് നേരത്തെ അറ്റോമിക് സൈസ് അങ്ങനെ ആയിരുന്നില്ല, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്തത്. മൂന്നാമത്തെ ഫാക്ടറിലേക്ക് കിടക്കാമല്ലോ അല്ലെ? ഷീൽഡിംഗ് ഇഫക്റ്റ് ഓർ സ്ക്രീനിങ് ഇഫക്റ്റ്. ഓക്കെ, ഷീൽഡിംഗ് ഇഫക്റ്റ് ഓർ സ്ക്രീനിങ് ഇഫക്റ്റ്. എന്താണ് ഷീൽഡിംഗ് ഇഫക്റ്റ്, എന്താണ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് അറിയോ? അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് ഒരു ന്യൂക്ലിയസുമായിട്ട് ഒരു എന്തുണ്ടാവും? ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു ആറ്റത്തിൽ നടുക്ക് ന്യൂക്ലിയസ്, ചുറ്റും ആറ്റംസ് ആണ്, അല്ല ദാറ്റ് ഇസ് ഇലക്ട്രോൺസ് ആണ്, സോറി ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ചുറ്റും കാണുന്ന ഇലക്ട്രോൺസിന് നടുക്കിരിക്കുന്ന ന്യൂക്ലിയസുമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരും. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഷീൽഡിംഗ് ഇഫക്റ്റ് ഓർ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ന്യൂക്ലിയസുമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആറ്റത്തിന് ചുറ്റുമുള്ള, ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, ശരിയല്ലേ? ഇതിന് ചുറ്റും ഒരുപാട് ഓർബിറ്റുകൾ ഉണ്ടല്ലോ, ഷെൽസ് ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ ഏറ്റവും ബാലൻസ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺ ആണ് വാലൻസ് ഇലക്ട്രോൺ. ഈ കാണുന്ന വാലൻസ് ഇലക്ട്രോണിന് നമ്മുടെ സെന്ററിൽ ഇരിക്കുന്ന ന്യൂക്ലിയസിൽ നിന്നുമുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. ന്യൂക്ലിയസിൽ നിന്നുമുള്ള അട്രാക്ഷൻ കുറയുമല്ലോ, കാരണം അങ്ങനെ ദൂരം അങ്ങനെ വിട്ട് പോവല്ലേ, സോ കുറയുമല്ലോ. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഷീൽഡിംഗ് ഇഫക്റ്റ് ഓർ സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് അത് എങ്ങനെയാണ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിനെ എഫക്ട് ചെയ്യണമെന്ന് പറയാം. സോ നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ ഏതായിരുന്നു? സ്ക്രീനിങ് ഇഫക്റ്റ് ഓർ ഷീൽഡിംഗ് ഇഫക്റ്റ് അല്ലെ? സ്ക്രീനിങ് ഇഫക്റ്റ്. സ്ക്രീനിങ് ഇഫക്റ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ അല്ലെ? സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് സ്ക്രീനിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? സോ സ്ക്രീനിങ് ഇഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അയോണൈസേഷൻ എൻതാൽപ്പി. ദാറ്റ് ഈസ് സ്ക്രീനിങ് ഇഫക്റ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ HI. സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കുറയും, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ. ഏറ്റവും ലാസ്റ്റ് ഫാക്ടറിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഫിൽഡ് or fully filled orbitals. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് എങ്ങനെയാണ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിനെ എഫക്ട് ചെയ്യുന്നതാണ്. സോ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു ആറ്റം, ഓക്കെ, ഒരു ആറ്റത്തിന് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അതിന് ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും. മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സാധനം ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിന്നും മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒരു ഈസി എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മുതൽ നമ്മൾ 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുകയാണ്. ഓക്കെ, ആ ഒരു ഉറക്കം നമുക്ക് കംപ്ലീറ്റ് ഫ്രഷ് ആവാതെ നിങ്ങൾക്കൊന്ന് എണിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഉറക്കത്തിൽ നിന്ന് എണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? കാരണം എന്താണ്? നമ്മൾ ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് അല്ലെ? നമ്മൾ സ്റ്റേബിൾ ആണ് ആ സമയത്ത്. ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്ത് വരിക നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അല്ലെ? അങ്ങനെ നമ്മൾ പുറത്ത് വരണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നല്ല ഒരു എനർജി പുറത്തുനിന്ന് വേണം. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ലേറ്റ് ആയിട്ട് പഠിക്കണം, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം എന്ന് പറയുമ്പോൾ ഉറക്കം എന്ന് പറയുന്നത് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് അല്ലെ? അതിൽ നിന്ന് നമ്മൾ പുറത്ത് വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് അലാം എന്നുള്ള ഒരു എക്സ്റ്റേണൽ എനർജി വേണം.
അയോണൈസേഷൻ എൻതാൽപ്പി വേണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരന്റ്സ് നമ്മളെ നന്നായിട്ട് ഫോഴ്സ് ചെയ്യണം. അപ്പൊ ഈ പാരന്റ്സിന്റെ ഫോഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അലാമും നമ്മുടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, അയോണൈസേഷൻ എൻതാൽപ്പിയായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആളെ എടുക്കണമെങ്കിൽ, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിനെ എടുക്കണമെങ്കിൽ നല്ല അയോണൈസേഷൻ എൻതാൽപ്പി കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഹാഫ് ഫീൽഡ് ഫുള്ളി ഫീൽഡ് ആവുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇലക്ട്രോണിനെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം? അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ കൊടുക്കണം. അപ്പോ സ്റ്റെബിലിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈസി ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ അയോണൈസേഷൻ എൻതാൽപ്പിയിൽ തന്നെ വരുന്നതാണ് ട്രെൻഡ്സ് എന്ന് പറയും. ട്രെൻഡ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പീരിയോഡിക് ടേബിളിൽ 7 ഗ്രൂപ്പും 18 പീരീഡുമാണ് ഉള്ളത് അല്ലെ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരിയഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ഓക്കെ, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇതേപോലെ നമുക്ക് ഇനി അടുത്തത് കുറെ ടേംസ് വരുന്നുണ്ട്. അയോണൈസേഷൻ എൻതാൽപ്പി പോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അറ്റോമിക് സൈസ് ഒക്കെ വരുന്നുണ്ട്. സോ ഓരോന്നും ഇൻഡിവിജ്വലി വൃത്തിയായിട്ട് പഠിക്കാം. അയോണൈസേഷൻ എൻതാൽപ്പി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരിയഡ് ഇൻക്രീസസ്. ഓക്കെ അല്ലെ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരിയഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് ഈ ലെഫ്റ്റ് മുതൽ റൈറ്റിലേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവുന്നതെന്ന് അറിയോ? ബിക്കോസ് ഓഫ് ദി ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അറ്റോമിക് റേഡിയസ് കുറയുന്നതും ന്യൂക്ലിയർ ചാർജ് കൂടുന്നതും കാരണമാണ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുന്നത്. ഓക്കെ അല്ലെ? അടുത്തത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് നമ്മുടെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ആണല്ലോ, ആ ഒരു ഗ്രൂപ്പിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഓക്കെ, ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡ്യൂ ടു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് ഇഫക്റ്റ്. ഈ പോയിന്റ് ഒക്കെ എഴുതി വെക്കാൻ, ഞാനിത് ബോർഡിൽ എഴുതി സമയം കളയണ്ട, നിങ്ങൾക്കത് ബോറടി ആവും. ഞാൻ എഴുതുന്ന അത്രയും സമയം നമ്മൾ ലാഗ് അടിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എഴുതാതിരുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മുടെ ട്രെൻഡ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും ചോദിക്കും, പഠിക്കണം. From left to right of a period, ionization enthalpy decreases because of the decrease in atomic radius and increase in nuclear charge. ഇതേപോലെ നമ്മൾ ഗ്രൂപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് ionization enthalpy, that is delta Hi, decreases due to increase in atomic radius and shielding effect. ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പിന്റെ എന്തൊക്കെ പഠിച്ചു? എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പഠിച്ചു, അതിന്റെ ഫാക്ടേഴ്സ് ഇൻഡിവിജ്വലി നമ്മൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു, 4 എണ്ണം. പിന്നെ എന്താ പഠിച്ചത്? ട്രെൻഡ്സ് പഠിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബാക്കിയുള്ള ഓരോന്നും പഠിക്കാനുണ്ട്. സോ ഇതുവരെ എടുത്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് ആദ്യം നോക്കണം. നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് ആദ്യം നോക്കണം. ഞാൻ ഡെഫിനിഷൻ വായിച്ചു തരാം. അതിനു മുന്നേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ HEG, ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതാണ് EEG എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? It is a minimum amount of energy required to add an electron to a neutral gaseous isolated atom. ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം എന്നുള്ള ടേം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഡെഫിനേഷൻ എഴുതുമ്പോൾ ആ ഒരു ടേം ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു ഗേഷ്യസ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേഷ്യസ് ആറ്റത്തിലേക്ക് അതിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി ആയിരുന്നു അയോണൈസേഷൻ എനർജി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ എത്രത്തോളം എനർജി വേണം, അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എനർജി. ഡെൽറ്റ HEG വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ന്യൂട്രലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റത്തിലേക്ക് ഒരു എക്സ്ട്രാ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ എത്രത്തോളം എനർജി വേണം എന്നുള്ളതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സോ ജസ്റ്റ് നമ്മളൊരു റിയാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞൊരു ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. സോ എക്സ് എന്ന് പറഞ്ഞൊരു ന്യൂട്രൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം XG എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അതിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്, ശരിയല്ലേ? 1 ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. പിന്നെ എഴുതുക 1 ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോൺ ഒരു സാധനത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചാർജാ വരിക? ഒരു സാധനത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പുറത്ത് വരുമ്പോൾ നമ്മൾ അതിന് പോസിറ്റീവ് ചാർജ് ആയിട്ടും ഒരു ഇലക്ട്രോൺ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് നെഗറ്റീവ് ചാർജ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യും. സോ എക്സ് എന്തായിട്ട് മാറും? X മൈനസ് ആയിട്ട് മാറും. X മൈനസ് ഗേഷ്യസ് ആറ്റമായിട്ട്
മാറും, എക്സ് മൈനസ് ഗേഷ്യസ് ആറ്റം ആയിട്ട് മാറും. സോ ഇവിടെ വേണ്ട എനർജീനെയാണ് നമ്മൾ എന്ത് പറയാ, ഡെൽറ്റ എച്ച് ഇ ജി എന്ന് പറയാ. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താക്കി, ഇലക്ട്രോൺ ഗെയിൻ ആണ് ഇ ജി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു ഇക്വേഷൻ വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് എന്ത് പിടിക്കണം, നമ്മൾ എന്താണോ അയണൈസേഷൻ എന്താൽപ്പിയിൽ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയിൽ പഠിക്കാം. നമ്മൾ ഇതിൽ എന്തൊക്കെ നെക്സ്റ്റ് പഠിക്കണം, ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്തൊക്കെയാണ് പഠിക്കണം. ശരിയല്ലേ? നമുക്ക് ടോട്ടൽ ഇതിൽ 3 ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്. അയോണൈസേഷൻ എന്താൽപ്പിയിൽ 4 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയിൽ ജസ്റ്റ് 3 ഫാക്ടേഴ്സ് മാത്രമേ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിനെ ഇഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് 3 പഠിച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ് ആ 3 എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ഫാക്ടർ വിച്ച് ഇഫക്ട്സ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഈസ് അറ്റോമിക് സൈസ്. അറ്റോമിക് സൈസ്. അപ്പൊ നിങ്ങൾ ഒരുപാട് എണ്ണം പഠിക്കാനുണ്ടാവും. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഓരോ സാധനത്തിനും ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഒക്കെ വൃത്തിയായിട്ട് പഠിച്ചേക്കാം. അപ്പൊ അറ്റോമിക് സൈസ് ആണ് ഒന്നാമത്തെ ഫാക്ടർ. അറ്റോമിക് സൈസും നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും എങ്ങനെയാണ് തമ്മിൽ എങ്ങനെയാണ് ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റോമിക് സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഇ ജി. അതായത് അറ്റോമിക് സൈസ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഡെൽറ്റ ഇ ജി, ഡെൽറ്റ എച്ച് ഓഫ് ഇ ജി കുറയും. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഓക്കെ, അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ കണ്ടീഷൻ. ഇതാണ് അറ്റോമിക് സൈസ്. നമ്മുടെ രണ്ടാമത്തെ ഫാക്ടറിലേക്ക് കിടക്കാമല്ലോ. ജസ്റ്റ് ഇത് മാത്രം വിട്ടിട്ട് പഠിച്ചു വെച്ചാൽ മതി. രണ്ടാമത്തെ ഫാക്ടർ ഓഫ് വിച്ച് എഫക്ട് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഈസ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിനെ ഇഫക്ട് ചെയ്യണമെന്നല്ലേ? ദാറ്റ് ഈസ് അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ എന്ന് അറിയണം. ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ന്യൂക്ലിയർ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എച്ച് ഇ ജി. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഡയറക്ട്ലി പ്രപ്പോർഷണൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ നമ്മുടെ ഡെൽറ്റ ഇ ജിയും കൂടും. ഇൻവേഴ്സ്ലി എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഇത് രണ്ടും ഒരുമിച്ച് കൂടും. ഇത് കൂടുമ്പോൾ അതും കൂടും. നമ്മുടെ മൂന്നാമത്തെ ഫൈനൽ ഫാക്ടർ വിച്ച് ഇഫക്ട്സ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഈസ് തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഷീൽഡിംഗ് ഇഫക്റ്റ് ആണ്. നമ്മൾ എന്താണ് ഷീൽഡിംഗ് ഇഫക്റ്റ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഷീൽഡിംഗ് ഇഫക്റ്റ് എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിനെ ഇഫക്ട് ചെയ്യുന്നത് ഞാൻ പറയാം. ഓക്കെ, ഷീൽഡിംഗ് ഇഫക്റ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എച്ച് ഓഫ് ഇ ജി. അതായത് നമ്മുടെ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറയും. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ആ 3 ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കി വെക്കാം. ഇത് നമുക്ക് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അയോണൈസേഷൻ എന്താൽപ്പിയിൽ എങ്ങനെയാണോ ട്രെൻഡ്സ് പഠിച്ചത് അതേ ട്രെൻഡ് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയിൽ പഠിക്കാനുള്ളത്. എന്താ ട്രെൻഡ് എന്ന് ഞാൻ വായിച്ചു തരാം. നമുക്ക് ആദ്യം പറയണം പീരീഡിന്റെ കാര്യം. ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വേരി ചെയ്യുന്നത്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വേരി ചെയ്യുന്നത്. ശരിയല്ലേ? സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസസ് ആൻഡ് ബിക്കം മോർ നെഗറ്റീവ്. അപ്പൊ ഒന്നുമില്ല, മോർ നെഗറ്റീവ് ഒക്കെ നിങ്ങൾ വിട്ടാലും ജസ്റ്റ് ഇൻക്രീസസ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസസ്. നമ്മുടെ അയോണൈസേഷൻ എന്താൽപ്പിയും ഇൻക്രീസസ് തന്നെ ആയിരുന്നില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓൾസോ ഇൻക്രീസസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻക്രീസ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അതേ സംഭവം നമ്മൾ അയോണൈസേഷൻ എന്താൽപ്പിയിൽ എന്താണോ അതേ സംഭവം തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് കിടക്കാം. ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് ഡെൽറ്റ ഇ ജി, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഡിക്രീസസ് ആൻഡ് ബിക്കംസ് ലെസ് നെഗറ്റീവ്. നമ്മൾ അയോണൈസേഷൻ എന്താൽപ്പിയിലും ഉള്ളത് അത് സെയിം കണ്ടീഷൻ തന്നെയാണ്. എന്താണ്, ഡിക്രീസ് ആവും, കൂടുതൽ നെഗറ്റീവ് ആവും, മോർ നെഗറ്റീവ് ആയിട്ടാണ് വരിക. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിക്രീസ് കാണിക്കാൻ കാരണം? ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഷീൽഡിംഗ് ഇഫക്റ്റ്. ഇതാണ് ട്രെൻഡ്സിൽ മെയിൻ ആയിട്ട്. ട്രെൻഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി അങ്ങനെ വേറെ കുറച്ച് ടോപ്പിക്സും കൂടെ കവർ ചെയ്യാനുണ്ട്. ഇത് എടുത്തത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഇത് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ് കേട്ടോ. ദാറ്റ് ഈസ് ട്രെൻഡ്സിൽ മൂന്നാമത്തെ ടോപ്പിക്കാണ്. നമ്മൾ അയോണൈസേഷൻ എന്താൽപ്പി നോക്കി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നോക്കി. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് electronegativity. It is the ability of an atom in a compound to attract shared pair of electron towards itself is known as electronegativity. എളുപ്പമാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ H2O ഒരു കോമ്പൗണ്ട് ആണല്ലോ. അപ്പൊ ആ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു ആറ്റത്തിന് അതിന്റെ തൊട്ടടുത്ത് കാണുന്ന വേറെ എലമെന്റ്സിൽ നിന്നും ഇലക്ട്രോൺ ക്ലൗഡിനെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മനസ്സിലായിട്ടുണ്ടാവില്ലേ? ആ സെന്റൻസ് ഒന്നും കൂടെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് പോളിംഗ് സ്കെയിൽ എന്ന് പറയും.
അതൊരു സയന്റിസ്റ്റ് കൊണ്ടുവന്ന സ്കെയിലാണ്. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിൻ ആണ്. ഓക്കെ അല്ലേ? മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് മേ ബി 1 മാർക്കിന് ചോദിക്കാം. ഫ്ലൂറിൻ ആണ്. പോളിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം കേട്ടോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് നമ്മൾ നോക്കിയില്ലേ? ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിലേക്ക് കിടക്കാം. മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അറ്റോമിക് സൈസ് ആണ്. അറ്റോമിക് സൈസ് എങ്ങനെയാണ് അറ്റോമിക് സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അറ്റോമിക് സൈസും നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് വെൻ അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഞാൻ എന്ന് എഴുതിക്കോട്ടെ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അറ്റോമിക് സൈസും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് കൂടുമ്പോൾ മറ്റേത് കൂടും. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടറിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഇസ് എ ഫാക്ടർ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ന്യൂക്ലിയർ ചാർജ്. ഈ ന്യൂക്ലിയർ ചാർജും നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതും ചെറിയൊരു തെറ്റ് സംഭവിച്ചു. എന്താണെന്ന് ഞാൻ പറയാം. അറ്റോമിക് സൈസും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ന്യൂക്ലിയർ ചാർജും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ന്യൂക്ലിയർ ചാർജും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആൻഡ് അറ്റോമിക് സൈസും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ നേരത്തെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ന്യൂക്ലിയർ ചാർജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത്രയേ ഉള്ളൂ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അടുത്ത നമുക്ക് ട്രെൻഡിലേക്ക് കിടക്കാം. ട്രെൻഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രെൻഡ്സ് എല്ലാത്തിന്റെ കേസിലും ട്രെൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ഫ്രം പീരീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ആദ്യം എടുക്കാം. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇറ്റ് ഡിക്രീസസ്. എന്ന് വെച്ചാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്. മനസ്സിലായില്ലേ? ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്, കുറഞ്ഞു വരും. ഇനി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരിയഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. From top to bottom of a group, electronegativity decreases. From left to right of a period, electronegativity increases. Okay. Most electronegative element ഏതാണ്? ഫ്ലൂറിൻ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ പഠിക്കാനുള്ളത്. കമ്പാരിറ്റീവ്ലി ചെറുതാണ്. തോന്നുന്നു എനിക്ക് അയോണൈസേഷൻ എൻതാൽപ്പിനെക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെക്കാളും കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നി. ഡ്യൂറേഷൻ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദ സെൻസ് നമ്മുടെ സെക്കൻഡ് ഫോക്കസ് ഏരിയയിൽ തന്നെ കുറെ ടോപ്പിക്സ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഒന്ന് അയോണിക് റേഡിയസ് ആൻഡ് മറ്റേത് അറ്റോമിക് റേഡിയസ്. അയോണിക് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയോണിന്റെ സെന്ററിൽ നിന്നും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ അയോണിക് റേഡിയസ്. അതൊരു അയോണിന്റെ കേസിലായിരിക്കും. ഓക്കെ, അറ്റോമിക് റേഡിയസ് ആണെങ്കിൽ ഒരു ആറ്റത്തിന്റെ സെന്റർ ഓഫ് ന്യൂക്ലിയസ് മുതൽ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് ഷെല്ല് വരെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുക. അപ്പൊ അതൊരു മെറ്റാലിക് റേഡിയസ് ആണെങ്കിൽ ഒരു മെറ്റലിന്റെ കേസിലുള്ള ഇതിന്റെ റേഡിയസ് ദാറ്റ് ഈസ് അതിന്റെ ന്യൂക്ലിയസ് മുതൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഒരു മെറ്റൽ ആണ് നമ്മുടെ എലമെന്റ് എങ്കിൽ അതിന്റെ റേഡിയസിന്റെ അളവാണ് നമ്മുടെ മെറ്റാലിക് റേഡിയസ്. കോവാലന്റ് ആണെങ്കിൽ അത് നോൺ മെറ്റലിന്റെ ആയിരിക്കും. ബേസിക് ആണ്. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഊഹിച്ചിട്ടാണെങ്കിലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ ടോപ്പിക് കുറച്ച് സിമ്പിൾ ആയിരുന്നു, നമ്മുടെ ലോയും പീരിയോഡിക് ലോയും ഒക്കെ. സെക്കൻഡ് ടോപ്പിക് സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് ലെങ്തി ടോപ്പിക് ആയിരുന്നു. വൃത്തിയായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ ഈ ഒരൊറ്റ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഇട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. സ്റ്റുഡന്റ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.